ഹലോ! എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതമുണ്ട് ട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോ ആണ് കാണിക്കാൻ പോണത്. അപ്പൊ എന്താന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. ഇതാ ഞാൻ എള്ളും, പംകിൻ സീഡും, സൺഫ്ലവർ സീഡും, ബദാമും ഒക്കെ കുതിർത്ത് കഴിച്ചിരിക്കണ സമയാണേ. അപ്പൊ നിങ്ങളും ഇതൊക്കെ കഴിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ട്ടോ. ഞാൻ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങിക്കോട്ടോ. അങ്ങനെ പുറത്ത് നല്ല മഴക്കാറുണ്ട്. പക്ഷെ മഴയൊന്നും പെയ്യണില്ല ട്ടോ. 2 ദിവസായിട്ട് നമ്മുടെ വീട്ടിലല്ല പൊതുവെ മഴയൊക്കെ കുറവാണ് ഇങ്ങട്. അപ്പം നമുക്ക് ഈ ഒരു ഹെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനം 2 എണ്ണമാണ്. ഒന്ന് നമ്മുടെ തുളസി. അപ്പോൾ തുളസി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ സൈഡിലോട്ട് നമ്മൾ വന്നിട്ട് കുറച്ച് തുളസി പൊട്ടിക്കുകയാണേ. തുളസിയുടെ തുമ്പ് നുള്ളി എടുത്താൽ മതി. നമ്മുടെ വീടിൻ്റെ നാലോറും തുളസിയാണ്. ഫ്രണ്ടിലും തുളസിയാണ്, സൈഡിലും തുളസിയാണ് പോലത്തെ അവസ്ഥയാണ്. അപ്പോൾ ഇതൊന്നും മുളയ്ക്കാൻ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ഇത് താനേ മുളച്ചോളും. എന്നിട്ട് ഇതാ കുറച്ച് കഞ്ഞിക്കൂർക്ക ഇതൊക്കെ അമ്മ കൊണ്ടുവന്ന് വെക്കുന്നതാണ് കേട്ടോ. എൻ്റെ ആവശ്യത്തിന് ഞാൻ പൊട്ടിക്കും. അങ്ങനെ ഈ ഒരു ഭാഗത്തെ കഞ്ഞിക്കൂർക്ക ഏകദേശം തീരുമാനമാവാൻ തുടങ്ങി. രണ്ടും കൂടിയിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ടൻ ഇഞ്ചി കഷ്ണം, അതായത് ഏകദേശം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് നന്നാക്കി വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുക. ഇതേപോലെ ചതച്ചിട്ട് നമ്മുടെ കഞ്ഞിക്കൂർക്കയുടെയും തുളസിയുടെയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കാൻ പോണത്. എന്നിട്ടത് നന്നായിട്ടിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചിട്ട് ഞാനതൊരു 1 ഗ്ലാസ്സാക്കി മാറ്റും. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം തലയിൽ തേക്കും. അതാണ് നമ്മുടെ പ്ലാനിങ്. ഇതിപ്പോൾ എന്തിനാ തേക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാലേ, താരൻ്റെ ശല്യം ഒരുപാടുള്ളവർക്കും മുടി കൊഴിച്ചിൽ ഒരുപാടുള്ളവർക്കും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹോം റെമഡിയാണ്. താരൻ വരാതിരിക്കാനും നമ്മളിത് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ തലയുടെ ചുവട്ടിലെ സ്കിന്ന് ഹെൽത്തി ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് തിളയ്ക്കണ വരെ നമ്മടോടെ ഉണ്ടായ വാഴക്കൊലയാണ് കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞെടുത്തിട്ട് ഞാൻ കഴിച്ചു. നല്ല മധുരം, ചെറുതായിട്ടൊരു പുളിയുണ്ട്. ചെറുപഴമാണേ. അപ്പോൾ നമ്മടോടെ ഉണ്ടായതായതുകൊണ്ട് തന്നെ പൊട്ടിക്കാനല്ല, വെട്ടാൻ ഇത്തിരി സമയമെടുത്തു. അപ്പോൾ കിളിയോളും അണ്ണാനും ഇനിയിപ്പോൾ ആർക്കൊക്കെ ആവശ്യച്ചാൽ അവരൊക്കെ തിന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ എടുത്തത് ട്ടോ. അതങ്ങനെയാണല്ലോ. ഇതൊക്കെ ഭൂമിയുടെ സാധനങ്ങളാണല്ലോ. അവർക്കും അവകാശപ്പെട്ടതല്ലേ. അവരും കുറച്ച് തിന്നട്ടെ. ഇങ്ങനെയാണ് ഏട്ടൻ പറയുക. കൊല വെട്ടാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അങ്ങനെ കൊലയുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ട്ടോ. വാഴക്കൊലൊക്കെ ഇനിയും ഉണ്ടാവും. നമ്മുടെ സാധനം തിളച്ച് വറ്റി കഴിഞ്ഞാൽ തലയിൽ തേക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ഞാൻ 1 ഗ്ലാസ്സാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് ഒറ്റ ഗ്ലാസ്സാക്കിയിട്ട് മാറ്റിയിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടി വെക്കുകയാണേ. ആ പാത്രത്തിലിട്ടിട്ട് തന്നെ ചൂടാറാൻ വേണ്ടി വെച്ചാൽ മതി. എന്നിട്ട് ഇത് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താ? അത് ചൂടാറുന്ന ആ സമയം കൊണ്ട് നമുക്ക് മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. മുടിയിൽ വല്ല കെട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി എടുക്കലാണ് ഇനി അടുത്ത പരിപാടി. അപ്പം നിങ്ങൾ തലയിൽ തേക്കുന്ന എന്ത് സാധനം ആയിക്കോട്ടെ, അത് തേക്കുന്നതിന് മുന്നേ മുടിയിലെ ജടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് വൃത്തിയാക്കണം കേട്ടോ. ഇതേപോലെ നല്ല പല്ലകച്ചുള്ളൊരു ചീർപ്പ് ഉപയോഗിക്കുക. പിന്നെ നല്ലൊരു ഹെയർ ഓയിൽ ഉപയോഗിക്കുക. ഇത് നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിലാണ്. നിങ്ങൾക്ക് ആമസോണിലും അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും കേട്ടോ. അങ്ങനെ അതാ മുടിയുടെ ജട കളയാൻ വേണ്ടിയിട്ട് ഞാൻ മുടി 2 ഭാഗത്തേക്ക് ഇട്ടിട്ട് ഇതേപോലെ കൈകൊണ്ട് ആദ്യം വേറെടുക്കും. അതായത് കൈകൊണ്ട് ആദ്യം വേറെടുത്തതിന് ശേഷമാണ് ഞാൻ ചീർപ്പ് കൊണ്ട് വേറെടുക്കാറുള്ളൂ. കൈ കൊണ്ടൊക്കെ വേറെടുക്കൽ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ നമ്മുടെ ചീർപ്പ് കൊണ്ട് മുടിയുടെ ഈ ഒരു ഭാഗത്ത് പിടിച്ചിട്ട്, അതായത് പകുതിയോളം വരുന്നതിൻ്റെ ഭാഗത്ത് പിടിച്ചിട്ട് മുടി ഇതേപോലെ തുമ്പത്തു നിന്നാണ് ഞാൻ കെട്ടറുത്ത് കൊടുക്കാറുള്ളത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മുടി ഡാമേജ് ആവാതെയും പൊട്ടി പോവാതെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് കെട്ടറുത്ത് കിട്ടും. എന്നിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് എടുക്കും. കണ്ടോ, ഇതേപോലെ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി എടുത്തിട്ട് നമ്മുടെ ചീർപ്പ് കൊണ്ട്, നല്ല പല്ലകച്ചുള്ള ചീർപ്പ് കൊണ്ട് ഇതേപോലെ ചീന്തി വൃത്തിയാക്കി എടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മുടെ അച്ചൂട്ട അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ട്. അവനോട് സംസാരിക്കുകയാണ് ഞാൻ. അങ്ങനെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായിട്ട് കയ്യിലിട്ടിട്ട് തന്നെ ചൂടാക്കുക. എന്നിട്ട് തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ പലരും നമ്മുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ അറിയാതെ നമ്മളെ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഹെയർ ഓയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം കേട്ടോ. അങ്ങനെ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് തൊട്ട് പുരട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ തൊട്ട് പുരട്ടി കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനം നമുക്ക് തലയിൽ തേക്കാറുള്ള പാകത്തിനായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ മുടിയുടെ തുമ്പത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിച്ച് കൊടുക്കുക. ഞാൻ ഷാമ്പു ഇടുന്ന ദിവസം മാത്രമേ കൂടുതൽ എണ്ണ തലയിൽ പുരട്ടി കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുള്ളത്. തല നനയ്ക്കുന്ന ദിവസങ്ങളിൽ എല്ലാ പ്രാവശ്യവും
ഞാൻ ഇതേപോലെയുള്ള എന്തെങ്കിലും ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും. അതേപോലെ തന്നെ എണ്ണയും തൊട്ട് പുരട്ടി കൊടുക്കും. തല നനയ്ക്കാൻ പറ്റാത്ത ദിവസങ്ങളിലാണെങ്കിൽ മുടിയിൽ മാത്രം എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കും. തലയുടെ ഓട്ടിൽ എണ്ണ തൊട്ട് പുരട്ടി കൊടുക്കില്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡാമേജ് ആവാതിരിക്കാനും പൊട്ടി പോവാതിരിക്കാനും ഡ്രൈ ആവാതിരിക്കാനൊക്കെ നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ സിറം പോലത്തെ ഹെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇപ്പോൾ എണ്ണയൊക്കെ തൊട്ട് പുരട്ടിയിട്ട് ഏകദേശം 10-20 മിനിറ്റ് ആയി. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനമില്ലേ, അത് നമ്മുടെ തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു ചേട്ടൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ വീഡിയോസൊക്കെ അടിപൊളിയാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ നല്ലൊരാളെ വെക്കുന്നത് നന്നായിരിക്കും. അത് ചേട്ടൻ പറഞ്ഞത് വളരെ സത്യമാണ്. ചേട്ടനോ ചേച്ചിയാണോ എന്നറിയില്ല. ആരാണെങ്കിലും അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. വീഡിയോ കറക്റ്റ് സ്ഥലത്തുനിന്ന് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എടുക്കാൻ അറിയണം. എന്നാലാണ് വീഡിയോ നന്നാവുള്ളൂ. എന്നിരുന്നാലും നമ്മൾ കാണിക്കുന്ന ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അതന്നെ വലിയൊരു കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള വെള്ളങ്ങളാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ഓയിൽ ഒരു സിറം പോലത്തെ ഹെയർ ഓയിൽ ആയതുകൊണ്ട് തന്നെ എണ്ണ തൊട്ട് പറ്റി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുടി നല്ല സിൽക്കി സോഫ്റ്റ് ആയിട്ട് മാറും കേട്ടോ. അത് നമ്മുടെ ഹെയർ ഓയിലിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഇതാ നമ്മൾ എവിടേക്കാണോ നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് അവിടെയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി ആയതുകൊണ്ട് നിങ്ങൾക്ക് നീറും അങ്ങനെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. ഈ പാളി പാളി പോലത്തുള്ള താരനില്ലേ, പിന്നെ പൊടി പൊടി താരനില്ലേ, അതിനൊക്കെ ബെസ്റ്റാണ്. ഇത് നമ്മുടെ വീഡിയോയിൽ ഒരുപാട് മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് മുന്നേ എന്ന് വെച്ചാൽ ഒരുപാട് മുന്നേ. അപ്പോൾ നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം ഞാൻ ഏതൊക്കെ വീഡിയോസ് ചെയ്യാറുള്ളത്, എങ്ങനത്തെ സാധനങ്ങളാണ് തലയിൽ യൂസ് ചെയ്യാറുള്ളത് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് പേർക്ക് ഹെയർ കെയർ നന്നായിട്ട് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ കാണാത്തവരുണ്ട്, പക്ഷേ ഇഷ്ടം കൊണ്ട് കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ മുടി ചീന്തി വൃത്തിയാക്കുമ്പോഴും ഇത് തേക്കുമ്പോഴും എൻ്റെ കമ്മലിൻ്റെ മുകളിൽ എൻ്റെ മുടി കുടുങ്ങും കേട്ടോ. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണിത്. മുടി പൊട്ടിച്ചെടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ എനിക്ക് എൻ്റെ മുടി ഒരു ഇഴ പൊട്ടുന്ന കിടക്കും വളരെ വിഷമമുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സാവധാനമാണ് കമ്മലിൻ്റെ മുകളിൽ നിന്ന് എടുക്കാറുള്ളൂ. അപ്പം നിങ്ങളോട് എനിക്കതാണ് പറയാനുള്ളത്. ഓരോ മുടിയേഴി നമുക്ക് അത്രയും വേണ്ടപ്പെട്ടതാണ്. അത് ഓരോന്നും വളരണമെങ്കിൽ എത്ര സമയമെടുക്കും, എത്ര വർഷം എടുക്കും, എത്ര എത്ര എഫേർട്ട് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മുടി ചീകുമ്പോഴും മുടി കെട്ടിറക്കുമ്പോഴും ഒക്കെ വളരെയധികം ശ്രദ്ധിക്കുക. തല നനച്ച് മുടി തോർത്തുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കുക. ഒരു ടർക്കി മേടിക്കുക. കുറച്ച് കാശ് മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, ഒരു നല്ലൊരു ടർക്കി മേടിച്ചിട്ട് നമ്മുടെ മുടി കഴുകിയതിന് ശേഷം, അതായത് മുടി കുളിക്കുന്ന ദിവസം ഈ ടർക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കെട്ടി വയ്ക്കുക. എന്നിട്ട് അത് അഴിച്ചിട്ടിട്ട് മുടി സാവധാനം ഉണക്കിയെടുക്കാം. നമ്മുടെ തോർത്ത് വെച്ചിട്ട് ഉരച്ച് തോർത്തരുത്. അമർത്തി തലയുടെ ഓട്ടിൽ ഇങ്ങനെ അമർത്തി തോർത്തില്ലേ, അതൊക്കെ മുടിക്ക് ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ നെറുകിലൊക്കെ നന്നായി തേച്ചതിന് ശേഷം നമ്മുടെ തലയുടെ പിന്നാമ്പുറത്ത് തേച്ച് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാ ഭാഗത്തും എവിടേക്കാണോ നമുക്ക് തേക്കേണ്ടത് അവിടെയൊക്കെ നന്നായിട്ട്, അതായത് തലയുടെ ഓട്ടിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ചെടുപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം കേട്ടോ. ഇത് തല നനയ്ക്കുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും ചെയ്യാം. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റത്തെ ദിവസം യൂസ് ചെയ്യാം. പക്ഷെ തലയിൽ തേച്ചിട്ട് നിങ്ങൾ കിടന്നുറങ്ങരുത് കേട്ടോ. അത്രയും പറയാനുള്ളൂ എനിക്ക്. അങ്ങനെയുള്ള ഒരു ഹെയർ കെയറിങ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ തലയിൽ തേച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞാൽ നോർമൽ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുന്ന ഹെയർ കെയറിങ് ഞാൻ ഇതുവരെ നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കി വെക്കാം ഈ ഒരു സാധനം. ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. അടച്ചിട്ട് വെക്കുക കേട്ടോ. തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം അടച്ചു വെക്കുക. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും തലയുടെ എല്ലാ ഭാഗത്തും നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോർമൽ പച്ചവെള്ളത്തിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കളയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും നമ്മളെ ഫോളോ ചെയ്യുക. ഇങ്ങനെയുള്ള ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് കാണാം കേട്ടോ. ടാറ്റാ.